അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഗോവൻ അടിപൊളി ഒരു ചിക്കനായിട്ടുണ്ട്. നമുക്കത് ട്രൈ ചെയ്യാം. ചിക്കൻ വിന്താലു നല്ല അടിപൊളി റെസിപ്പിയാണ്, സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഒന്ന് രണ്ട് സാധനങ്ങളിൽ കുറച്ച് കുറവുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിനുവേണ്ടി കുറച്ച് സ്പൈസസ് വേണം. അതിനുവേണ്ടി ഞാൻ ഒരു സിനമൺ സ്റ്റിക്കും ഒരു 10 ക്ലോവ്സ്, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ക്യുമിൻ, ബ്ലാക്ക് പെപ്പർ 1/2 ടേബിൾ സ്പൂൺ, ഫെനൽ 1 ടേബിൾ സ്പൂൺ, സ്റ്റാർ അനീസ് 1 കാർഡമം 10 മസ്റ്റാർഡ് 1/2 ടേബിൾ സ്പൂൺ, കൊറിയാണ്ടർ സീഡ് 3 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലാക്സ് 2 ടേബിൾ സ്പൂൺ. ആക്ച്വലി ഇതിനെ ചില്ലിയാണ് ഉപയോഗിക്കേണ്ടത്, ബോൾ ചില്ലി പിരിയമുളകാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അതിവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ചില്ലി ഫ്ലാക്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം നല്ലപോലെ നമ്മൾ സ്ലോ ഫയറിൽ പാനിൽ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്മുടെ ഒരു മണം അങ്ങ് ചെറുതായിട്ട് മാറി കിട്ടുന്ന സമയത്ത് വേറൊരു മിക്സിഡ് ജാർ എടുത്തിട്ട് ആ ജാറിനകത്തോട്ട് ഒരു 10 ഗ്രാം ഷാലറ്റ്സ്, 5 ഗ്രാം ജിഞ്ചർ, 5 ഗ്രാം ഗാർലിക്, വിനെഗർ ഒരു 10 ml വിനെഗർ, അതുപോലെ തന്നെ ഒരു 2 ഗ്രാം നമ്മുടെ പുളി, ടാമറിൻ 2 ഗ്രാം, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ. ഞാൻ മറ്റേ പിരിയം മുളക് ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ അതിന് പകരമായിട്ടാണ് ഈ കാശ്മീരി ചില്ലി പൗഡർ ഞാനിത് ആഡ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ റോസ്റ്റ് ചെയ്തിട്ടുള്ള സ്പൈസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു പാനിൽ ചൂടാക്കിയതിന് ശേഷം ഒരു 100 ml ഓയിൽ, ഇതിനകത്തോട്ട് ആക്ച്വലി ഒന്നിയൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്, നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എണ്ണ ചൂടായതിനു ശേഷം ഒരു 3 ഒനിയൻ, വലിയ സവോളയാണ്, 3 നല്ല നല്ലപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് സ്ലോ ഫയറിൽ നല്ലപോലെ കുക്ക് ചെയ്യുക. നമ്മൾ പെട്ടെന്ന് വാടാൻ വേണ്ടി എല്ലാവർക്കും അറിയുന്ന കാര്യം, പെട്ടെന്ന് വാടാൻ വേണ്ടി കുറച്ച് ഞാൻ ആവശ്യത്തിന് സോൾട്ട് ഇതിനകത്ത് ആഡ് ചെയ്ത് അതിനുശേഷം നല്ലപോലെ കുക്ക് ചെയ്യുക. ഇതിൻ്റെ കളർ ഏകദേശം നല്ല ഗോൾഡൻ കളറായിട്ട് കളർ മാറി വരും, കരിയാൻ പറ്റത്തില്ല, ഗോൾഡൻ കളറായിട്ട് മാറി വരുന്നവരെ നമ്മൾ സ്ലോ ഫയറിൽ ഇളക്കുന്ന സമയത്ത് ഇതിൻ്റെ നല്ല മണമെല്ലാം പോയി കിട്ടും, പച്ചമണമെല്ലാം പോയി കിട്ടും. അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു 2 കിലോ ചിക്കൻ, ഞാൻ ഇതിനകത്തോട്ട് ബേസിക്കലി ചിക്കൻ തായും അതുപോലെ തന്നെ ബോൺലെസ് ലെഗ് ചിക്കൻ പീസും അതുപോലെ തന്നെ വിങ്സുമാണ് ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബോൾ ചിക്കൻ ആഡ് ചെയ്യാം. 2 കിലോ എന്ന് പറഞ്ഞാൽ ചുരുക്കം നമ്മളൊരു 15 പേരൊക്കെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു രീതിയിൽ, 12 to 15 പേർക്ക് കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് സ്ലോ ഫയറിൽ നമ്മൾ കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സ്പൈസസ് അരച്ച് വെച്ചിട്ടുള്ളത്, ഇത് മസാലയെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുള്ള ഈ സ്പൈസസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം സ്ലോ ആയിട്ട് നല്ലപോലെ കുക്ക് ചെയ്യുക. ഒരു കുറച്ച് നേരം നമ്മൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിൽ നമ്മൾ നമ്മുടെ ഓയിൽ നല്ലപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വരും. അത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓയിൽ ഇതിനകത്ത് മുകളിലോട്ട് നല്ലപോലെ പൊങ്ങി വരും. അടിക്കി പിടിക്കാതെ നോക്കണം, നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഓയിൽ പൊങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ ഓയിൽ ഇതിന് മുകളിലോട്ട് ഇങ്ങനെ വരും. അപ്പോൾ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കനകത്തുള്ള ജ്യൂസും, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് അറിയാൻ പറ്റും ഇതിനകത്ത് എത്ര വെള്ളം ചേർക്കണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇതിനകത്ത് 2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ചേർക്കാം, ഇല്ലെന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിതിനകത്ത് 2 കപ്പ് നല്ല നോർമലായിട്ടുള്ള വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചൂടുവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നമ്മൾ കുറച്ച് ടെൻഡറായിട്ട് കിട്ടും. അതിനുശേഷം നല്ലപോലെ ഇത് കുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ഇതിനകത്ത് കുറച്ച് ഗ്രേവിയുടെ കളർ കുറച്ച് ഡാർക്കായിട്ടുണ്ട്, കാരണം ഞാനിതിനകത്ത് ചില്ലി ഫ്ലാക്സ് ആഡ് ചെയ്ത കാരണം കൊണ്ടാണ്. പിരിയൻ മുളകാണെങ്കിൽ കറക്റ്റ് നല്ല റെഡ് കളറായിട്ട് കിട്ടും. സ്ലോ ഫയറിൽ കുക്ക് ചെയ്തതിന് ശേഷം നിർത്തുക. അതിന് മുകളിൽ നല്ല കുറച്ച് പച്ച കൊറിയാണ്ടർ ഗാർണിഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. ഗോവൻ സ്പെഷ്യാലിറ്റി ഐറ്റമാണ്, അടിപൊളി ഐറ്റമാണ്. ഇറ്റ്സ് വെരി ഗുഡ്, വെരി നൈസ്. താങ്ക് യു വെരി മച്ച്.